ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സവാളയും ഉള്ളിയൊന്നും ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെള്ള കസേഴ്സാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വരെ ഇതൊന്ന് സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇതൊരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയ്ക്ക് ശരിക്കും ഒന്ന് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മസാലയിലേക്ക് ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ ശരിക്കും മുട്ടയിലേക്ക് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു 4 വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 3 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ പൊടിയായിട്ട് അരിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. നമ്മുടെ മസാല നല്ല തിക്കായിട്ട്, ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒരുവിധം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് ഈ മസാലകൾ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഈ മസാലകൾ ശരിക്കും വെന്തുടയുന്നവരെ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നവരെ മൂടി വെച്ച് വേവിക്കാം. ഇനി ആ നേരത്തിന് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കസേഴ്സ്, ഇതിൻ്റെ വെള്ളം ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ കസേഴ്സ് വെള്ളം അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, വലിയ ജീരകം കൂടെ ചേർത്ത് ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊരു നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഈ പാകത്തിന് നമുക്ക് അരഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഇതിൽ നമ്മൾ സവാളയും ഉള്ളിയും ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നിയ കാരണം ഞാൻ കുറച്ചുകൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കസ്കസും തേങ്ങയും കൂടെ അരച്ചിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ മുട്ട റോസ്റ്റ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേവിക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.